عاديات قدحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا صدق الله مولانا العظيم. ബഹുമാനികളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്രിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്താൽ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത ആ നിഅമത്തിനെ നിങ്ങൾ ശുക്ർ ചെയ്താൽ, ലഅസീദന്നകും, ആ നിഅമത്തിനെ പിന്നെയും ഞാൻ കൂടുതലാക്കി തരും. ലഅസീദന്നകും അലഫുദൻ, അങ്ങനെ പറയും, വളരെ കൂടുതലാക്കി ഞാൻ. വലയിൻ കഫർതും, ഇനി നിങ്ങൾ ആ നിഅമത്തിന്റെ കുഫ്റാനിയത്തെ കാണിച്ച് ശുക്ർ ചെയ്തില്ല എന്നാൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് വളരെ ശക്തിമത്തായ അദാബാണെന്ന് നീ മനസ്സിലാക്കണം. എത്ര വലിയ വാക്കാണ്! അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയവൻ വരാനുള്ള മുഴുവൻ കുറ്റത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന രാത്രി, ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നു. ഏതുവരേക്കും? തങ്ങൾക്കുള്ള കാലിങ്ങനെ ദൂർത്തുപോയി. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, നബിയെ, തങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എന്തിനാണ് നിസ്കരിക്കുന്നത്? മനസ്സിലായി, ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എന്തിനാണ് തങ്ങൾ നിസ്കരിക്കുന്നത്? തങ്ങൾക്ക് എല്ലാം വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി പറയുന്ന, അഫലാ അകുന അബ്ദൻ ശകൂറ, ഞാൻ എത്രയും അല്ലാഹുവിനിക്ക് ഒരു ശുക്ർ ചെയ്യുന്ന ഒരാളായി തീരണ്ടേ? അബൂ ഹുറൈറ സാധാരണ ഒരാളായ പോലെ ഞാൻ ഏറ്റവും അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്ന ഒരു അബ്ദാവണം എന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ടാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. അപ്പൊ ആ ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ശുക്രിന് അല്ലാഹു ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യണം. ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കും. എന്തിന് നിഅമത്ത് ചെയ്ത്, എന്തിന് നിഅമത്ത് ചെയ്ത് എന്നതിനെ മനസ്സിലാക്കണം. നിനക്ക് നിഅമത്ത് ഒക്കെ ചെയ്തെന്തിന്? നിന്റെ മക്കള് ഇത്രയും നല്ല ഭംഗിയുള്ള കുട്ടികൾ, കണ്ടാൽ സന്തോഷിക്കുന്ന അത്രയും നല്ല കുട്ടികളായിട്ട് അല്ലാഹു പഠിച്ചതെന്തിന്? പിന്നെ ഒരാൾക്ക് 6 മക്കളുള്ളതും ഒന്നും ശരിയില്ലാത്ത, ബുദ്ധി ശരിയില്ലാത്ത, കൈകാലം ശരിയില്ലാത്ത, അവയവം ശരിയില്ലാത്ത ആ മനുഷ്യനിക്ക് അങ്ങനെ അല്ലാഹു തആല ചെയ്ത എന്തിന്? ഇത് മനസ്സിലാക്കണം. ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കണം. നിന്റെ കുട്ടിയെ പോലെ ജനിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ആ ഉമ്മാനിക്കുള്ള 6 മക്കൾക്കും കൈയും കാലും കണ്ണും ഇല്ലാത്ത ഓരോരോ തരത്തിന്റെ ആൾക്കാർ. നിന്റേത് ഒന്നിനേക്കാളും ഒന്ന് ഭംഗിയുണ്ട്. നിനക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്ത്, അവർക്ക് അല്ലാഹു തആല നിനക്ക് നിഅമത്ത് ചെയ്ത് എന്തിരിക്കുന്നു? ഇത് മനസ്സിലാക്കണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം നല്ലോണം മനസ്സിലാക്കുന്ന ചെറിയ ഒരു ചരിത്രം ഞാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല എല്ലാ മൃഗത്തിനുള്ള ഭാഷകളെ പഠിപ്പിച്ചു. പക്ഷികൾ സംസാരിച്ചാലും സുലൈമാൻ നബിക്ക് അറിയും. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ മൃഗത്തിന്റെ ഹൈവാനാത്തിൽപ്പെട്ട ഒരു പക്ഷി ഉണ്ടായിരുന്നു, ഹുദ്ഹുദ എന്ന് പറഞ്ഞിട്ട്. ഈ പക്ഷിനിക്കുള്ള പണി എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ പോകും. വെള്ളത്തിന്റെ ആവശ്യം കാണുമ്പോൾ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി കൊത്തിക്കൊണ്ട് ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട് എന്നുള്ള ആ സ്ഥലത്തിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ജിന്നുകളും ശൈത്താനും മറ്റും മറിച്ചൊക്കെ ഒരു കിണറുണ്ടാക്കി വെള്ളത്തിന് പോകും. ഇങ്ങനത്തെ ഒരു പക്ഷി. ആ പക്ഷിനെ ഒരു ദിവസം കാണുന്നില്ല, എവിടെ പോയിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, വളരെ മനസ്സിലാക്കണം ഈ ആയത്ത്. വീഡിയോയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ്? എന്റെ കണ്ണിന് വല്ല ബുദ്ധിമുട്ട് ആയിട്ട് ദുർദാനെ കാണാത്തതാണോ? അംകാനമെന്ന വായിബീൻ, അല്ല ദുആയിബ് എവിടെ പോയിട്ടുണ്ടോ? ആദ്യം തെറ്റിന് സ്വന്തം നഫ്സിലേക്ക് എന്താ എനിക്ക് കാണാത്തത്? പക്ഷിനെ അതല്ല, അത് പോയതാണ്. പക്ഷിനെന്താ കാണാത്തത് ചോദിച്ചില്ല.
ഇതിലെന്താണ് കടയിലുള്ള ആൾ മുതലാളിമാർ മനസ്സിലാക്കേണ്ടത്? ഒരു ജോലി എടുക്കുന്ന ഒരാളെ വെക്കുന്ന ഒരു തെറ്റ് കാണുമ്പോൾ അത് എന്റെ വെക്കുന്നുള്ള തെറ്റുകൊണ്ടോ അല്ല അവന്റെ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എൽവും എന്താ ഞാൻ കാണാത്തത്, എന്റെ കണ്ണേ ദൃഷ്ടിയായിട്ടാ കാണാത്തത്, നമുക്കാനുള്ള വായ്പനല്ല ഇവിടെ ഇല്ലത്. ആ പക്ഷി എന്നുള്ള കാര്യമായ ഒരു സംഗതിയുമായി വന്നില്ലെങ്കിൽ അതിന് ഞാൻ ശിക്ഷിച്ചുകളെയും ശിക്ഷിക്കുമെന്നുള്ള ഒരു സത്യം പോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം കുറച്ച് സമയം വരുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുന്നിലേക്ക് പക്ഷി വരുമ്പോൾ എല്ലാ പക്ഷികളും പറയുന്നു പിന്നെ ഭയങ്കര എന്തായാലും നമ്മൾ താമസിച്ചാൽ പറയുന്നില്ലേ ഇന്ന് കിട്ടിയ തന്നെ വന്നു. അതുപോലെ പറ്റുണ്ടായ പക്ഷികൾ സുലൈമാൻ ഈ ഹുദൂദയോട് പറയുന്ന പണി തീർന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ആ ഈ ഹുദൂദ ചോദിക്കുന്നു, അല്ല എന്തെങ്കിലും ഇസ്തിസ്നാ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ കാരണം കൊണ്ട് വന്നാൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്താ പേടിക്കണം, എന്നാ നമ്മൾ കാര്യമാക്കാൻ സൂറത്ത് നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ ആ പക്ഷി വന്നിട്ട് ഇങ്ങനെ രണ്ട് ചെറിയ ഭൂമിയിലേക്ക് ഇങ്ങനെ പറ്റി വരിക്കുന്നവർ അങ്ങോട്ട് കൈ നീട്ടി സുലൈമാൻ നബി അലൈഹി സ്വലാം അന്വേഷിക്കാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നത് കൊണ്ട് കിട്ടുന്നു. ആ അവസരത്തിൽ പക്ഷി പറയുന്ന സുലൈമാനെ, റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നീ നിൽക്കുന്ന ആ തീർത്ഥത്തിനെ നീ ഓർക്കണം കേട്ടോ. സുലൈമാൻ നബി അലൈഹി സ്വലാം പഠിച്ചു. പിന്നെ പറയുന്നു, ഞാൻ സബബ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വന്നതാണ്. ഭയങ്കര ഒരു സ്റ്റോറിയുമായിട്ട് ഞാൻ വന്നത് നിന്റെ അടുക്കിലേക്ക്. എന്താണ്? ഞാൻ അവിടെ ഒരു സ്ത്രീനെ കണ്ടു. ആ നാട്ടിനെ മുഴുവൻ അവിടെ മിൽക്കാക്കിയിരിക്കുന്നു, അവർ മുഴുവൻ ശംസിനിക്കാരാധിക്കുന്നു എന്ന് ഒരു വിഷയം സുലൈമാൻ നബി അലൈഹി സ്വലാമോട് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു കത്ത് കൊടുത്തു. ഈ കത്തിനാണ് കൊണ്ടിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ആ കത്തിനെ ഹുദൂദ പോയി ആ രാജാവിനുള്ള മുന്നിൽ വെച്ചപ്പോൾ അവിടെ അതിനെടുത്ത് നോക്കിക്കൊണ്ട് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കത്ത് വന്നിട്ടുണ്ട്. ഈ സാധാരണ മനുഷ്യനെന്താണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഹദിയ കൊടുത്തേക്കാം. അങ്ങനെ കുറേ ഹദിയ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് അയച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാം നോക്കിയത് പറയുന്നതാ, ഇത് കുറച്ച് സ്വർണ്ണം നമ്മൾക്ക് നിങ്ങളെക്കാൾ അള്ളാഹു തന്നതിലുണ്ട്. അപ്പോൾ ഈ ബൽഖീസ് രാജാവിനിക്ക് മനസ്സിലായി കാര്യം നമ്മൾ പറയുമ്പോഴൊന്നല്ല, ഓരോ നബിയുമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഇവർ ആ വരുന്നതിന് ഹുദൂദ വന്നിട്ട് പറയുന്നതാ എത്തിപ്പോയി. അവർ വന്നോണ്ട് കുറച്ച് ദൂരം എത്തി. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, നിങ്ങൾ എന്നിട്ട് ആർക്ക് അവൾക്കുള്ള കട്ടിലുണ്ട് കിടക്കുന്ന വലിയ രാജകൊട്ടാരം, അതിന് അങ്ങനെ തന്നെ ഇവിടത്തേക്ക് ഇപ്പൊ കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? ജിന്നിനോട് വലിയ ഒരു ഷൈത്താന് ഒരു ഇഫ്രീത്ത് എണീച്ച് പറഞ്ഞ് ഞാൻ എണീച്ചു കൊണ്ടുവരാം. എത്ര ടൈം വേണം നിങ്ങൾക്ക്? നിങ്ങൾ ഇരുന്നവിടെ നിന്ന് എണീക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ ക്ലാസ് എടുക്കാൻ ഇരുന്ന തൊഹർ വരെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മുൽ അഅ്ദം എന്ന് പറയുന്ന ആ ഇസ്മുൽ അഅ്ദമിനെ അറിഞ്ഞ ഒരാൾ എണീച്ചുകൊണ്ട് ഒരു വലിയ എണീച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ കൊണ്ടുവരാം, എനിക്ക് വേണ്ട സമയത്തിന് നിങ്ങൾക്കുള്ള കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഞാൻ കൊണ്ടുവരാം. ഒരു അതല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ നോക്കുന്ന കുറെ ദൂരത്തുനിന്ന് അയാൾ ഇവിടത്തേക്ക് വന്നിട്ട് എത്തുന്ന അതിന് മുമ്പായി ഞാൻ കൊണ്ടുവരാം. ഏതായാലും വളരെ വേഗത്തിൽ അങ്ങനെ അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതെല്ലാം ഒന്ന് ചേഞ്ച് ആക്കണം, അതിന് വെളുത്ത സ്ഥലത്ത് കറുത്തത്, കറുത്ത സ്ഥലത്ത് വെളുത്തത്, ഇങ്ങനെ വ്യത്യാസമാക്കണം. അങ്ങനെ പരിശുദ്ധ ഖുർആനാണ്. അങ്ങനെ ചേഞ്ച് എല്ലാം ആക്കി ബൽഖീസ് രാജാവിന് വന്നിട്ട് അവരോട് സുലൈമാൻ നബി അലൈഹി സ്വലാം വിളിക്കുന്നു. ആ രാജകൊട്ടാരം മുന്നിൽ വന്നിട്ട് നിർത്തിയ അവസരത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി. കണ്ടോ, ഞങ്ങൾ പരല കെട്ടി ആ പരന്ന് മുന്നിൽ ഒരു കണ്ണ് വെച്ച് അതിനെ എതിര് വെക്കും. ഹാദാ മിൻ ഫദ്ലി റബ്ബി. എങ്ങനെ ആവില്ല. നീ ഉണ്ടാക്കിയ പൈസ ഇവിടുന്ന് ബാങ്ക് നടത്തി പരകിട്ടത്, അല്ലെങ്കിൽ മറ്റാളെ തോപ്പിച്ചത്, എല്ലാം കട്ടത്, ഇങ്ങനെയുള്ള പല പൈസ കൊണ്ടിരുണ്ടാക്കി ആ ബിൽഡിംഗിന്റെ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നതിന്റെ അതല്ലത്.
സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത്ര വലിയ ഒരു നിഅമത്ത് അല്ലാഹു തആല ചെയ്ത അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ റബ്ബിനിക്കുള്ള ഒരു ഫദ്ലാണ്. എന്തിന് ഈ ഫദ്ൽ അല്ലാഹു ചെയ്തു എന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഫദ്ൽ അല്ലാഹു എനിക്ക് ചെയ്തതിന്റെ ഉദ്ദേശം അവൻ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന്, ഞാൻ ശുക്ർ ചെയ്യുന്നുണ്ടോ അല്ല കുഫ്രാനിയത്ത് ചെയ്യുന്ന ആളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ മുഹമ്മദിന് ഒരു ഡൗട്ടാണ്, പരിശോധിക്കാൻ ആർക്ക് അറിയാൻ വേണ്ടി? അള്ളാഹുവിനിക്ക് മുമ്പേ അറിയില്ല ഇവൻ പരീക്ഷയിൽ പാസ്സാകുന്നത്, പിന്നെ അതിനെ പരിശോധിക്കുന്നു. ഒരു ചോദ്യം പരിശോധിക്കുമ്പോ മാസ്റ്റർക്ക് അറിയില്ല, ഇവൻ കോർക്കുന്ന അറിയുന്ന ആളല്ലേ. അള്ളാഹു പരിശോധിക്കുമ്പോ അള്ളാഹുവിനിക്ക് മുമ്പ് അറിയില്ല, പോലെ പരിശോധിച്ചത് അറിയണമെന്നല്ല മനസ്സിലാകുന്നത്. അങ്ങനല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മറ്റുണ്ടായ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി. നിഅമത്ത് ചെയ്തതിന് ഇവനെ നന്ദി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് യൂസുഫ് അറിയോ? യൂസുഫിനെ അറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല പരിശോധിക്കുന്നു, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ല. അതല്ല ഞാൻ ഈ ചെയ്ത നിഅമത്തിന്റെ കുഫ്രാനിയത്ത് കാണിക്കോ എന്നുള്ള ആ പരിശോധനയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഈ നിഅമത്ത് അല്ലാഹു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നു എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ ചരിത്രത്തിന് അങ്ങനെ തന്നെ സൂറത്ത് നംർ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു. മനസ്സിലായി? അപ്പോൾ എന്ത് മനസ്സിലാകുന്നത്, അല്ലാഹു തആല ഞങ്ങൾക്ക് ചെയ്ത ആ നിഅമത്തിന് ഞങ്ങൾ വളരെ കൂടുതൽ ശുക്ർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റവന്റെ കുട്ടികൾ 6 കുട്ടികളെ സുഖമില്ലാത്ത ഈ നിലയ്ക്ക് ബുദ്ധിസ്ഥരില്ലാത്ത നിലയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കാത്ത നിലയ്ക്ക് അല്ലാഹു കൊടുത്തു. അതും അല്ലാഹു തആല പരിശോധിക്കും. അവനെ മാത്രമല്ല നിന്നെയും പരിശോധിക്കും. അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടെത്തുന്ന അവസരത്തിൽ അവനിക്ക് നീ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നിനക്ക് ഇത്തരം മക്കളെ അല്ലാഹു തന്നിട്ട് നിന്റെ മക്കളെ മാത്രമേ നോക്കുന്നതാണ്, ആ മറ്റേ കുട്ടികളെ നോക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. വളരെ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം അല്ലാഹു തആല നമ്മൾക്ക് ലാ യുസലു അമ്മാ യഫഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ആ കാര്യത്തിന് അല്ലാഹുവിനോട് നീ എന്തിനാ അങ്ങനെ പടച്ചെന്ന് ചോദിക്കാനില്ല. അപ്പൊ നമ്മൾക്ക് ഉത്തരവാദിത്തമാണ് ആ മറ്റുണ്ടായ കൂട്ടർക്ക് സുഖമില്ല എന്നായാലും ആ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ല എന്ന് കണ്ടാൽ നിന്റെ മേല് നീ ആ നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇഷാറത്തും കൂടിയാണ് അല്ലാഹു പടച്ചത്. അതുകൊണ്ട് അങ്ങനെ നിന്നെ പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് അല്ലാഹു ചെയ്തതിന് ചോദിക്കാൻ വേണ്ടി മനസ്സിലായി. അങ്ങനെ ആ ചെയ്ത നിഅമത്തിന് ഞങ്ങൾ ശുക്ർ ചെയ്യണം. അല്ലാഹു പറയുന്നത് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്താൽ പിന്നെ ആദ്യം ഈ കേരളത്തിൽ അല്ല മംഗലാപുരത്തെ വരുമ്പോൾ എന്തുണ്ടായി, മംഗലാപുരക്കാർക്ക് ഉണ്ടാവുന്നത് ഒരു ബെൽറ്റും എടുത്തോ കേരളക്കാർക്ക് ഒരു ബെൽറ്റ് ഉണ്ടാവും, ഒരു തുറക്കും. ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിയ നാട്ടിലേക്ക് പോകുമ്പോഴോ 15 കട ബാംഗ്ലൂരിൽ ഹോട്ടൽ എന്താ നീ ആ വന്നിട്ട് അല്ലാഹുവിനെ പറഞ്ഞ പോലെ പള്ളിയിൽ വന്ന് ഇബാദത്തെടുത്ത് നിസ്കരിച്ചിങ്ങനെ വരുന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജാസ്തിയാക്കി തരും. നിങ്ങൾ വിചാരിച്ച നീ ഒരു കട എന്തെങ്കിലും ചെറിയൊരു കട ഉണ്ടാക്കിയിട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഒരാൾക്ക് ബസ്സിന് കൈ കാണിക്കും. ബസ് വരുമ്പോൾ കൈ കാണിക്കുമ്പോൾ നീ അത് പടച്ചോ ഒരു കാലം വെക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. അങ്ങനെ ഒരു കാലം കയറിയിട്ട് ബസ്സിൽ കയറിയിട്ട് നേരിട്ട് എന്റെ ഉള്ളിലുണ്ട് 2 കാലം വെച്ചവരൊക്കെ ഉണ്ടായി. 2 കാലം പോയിട്ട് അങ്ങോട്ട് പോയത് സീറ്റിന്റെ അടുത്ത് നിന്ന് എല്ലാവരും കണ്ട് നീക്കാൻ പോകും. ഒരു ചന്തിന്റെ ഒരു ഭാഗം വെക്കാൻ കിട്ടിയാൽ മതിയാവട്ടെ എന്ന്. അത് കിട്ടിയിട്ട് അവൻ എന്നെ അങ്ങനെ നീക്കി ഓടി കിട്ടിയിട്ടില്ല. അതുപോലെ നീ പെരുമ്പങ്ങനെ വന്നത് ഈ സുഹാജി ചെറിയൊരു കട തുടങ്ങണം, ഇപ്പത്തിന് കട നിൽക്കുന്നത്. എന്റെ നഫ്സോട് ഞാൻ പറയുന്നു, നീ എന്ന് പറഞ്ഞാൽ എന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിഅമത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. എന്താ നീ ശുക്ർ ചെയ്ത കാരണം കൊണ്ട് നീ ഒരു ചെറിയൊരു കച്ചവടം ചെയ്തിട്ട് അത് 1 ലക്ഷം റുപ്യന്റെ പൈസ ഒരു കൊല്ലത്തിൽ ബാക്കിയാവുമ്പോ അതിന്റെ 2% നീക്കിട്ട് ആ കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തപ്പോൾ കഫർത്തും നീ നന്ദി ചെയ്തില്ലെങ്കിലോ എത്ര ആൾക്കാർ വലിയ പണക്കാർ
ആ പണക്കാർക്ക് തിന്നാനില്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കാനില്ലാണ്ട് വിഷമമുള്ള എത്ര ആൾക്കാർ നമ്മുടെ ബംഗളൂരിൽ കാണുന്നത്? കാരണം ശുക്ർ ചെയ്തിട്ടില്ല. ഉപ്പാമാരുണ്ടാക്കിയ സത്യനങ്ങനെ തിന്ന് തീർത്ത് അതും തീർന്ന് ലാസ്റ്റ് ബാങ്കിൽ രോഗങ്ങളെന്ന് കൊടുത്ത് പറഞ്ഞു. അത് ഈ രണ്ട് കാര്യം ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു തആല ചെയ്ത ആ നിഅമത്തിന് നന്ദി പറയണം. അത് ഒരു ചെറിയ ഒരു സൂറത്തിൽ അല്ലാഹു പറയുന്നു. എന്താ? വലആദിയാതു ളബ്ഹൻ പറഞ്ഞിട്ടുണ്ടാവും. വലആദിയാതു ളബ്ഹൻ ഫൽമുരിയാതു ഖദഹൻ ഇതിന്റെ പറ فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു വലാ തജഅലുല്ലാഹ ഉർദതൻ ലിഅയ്മാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ നിങ്ങൾ ഒരു നാട്ടക്കുറിയാക്കി വെക്കണ്ട. ഇങ്ങനെ ഒരു തൂണും എന്തിനേക്ക്? സത്യം ചെയ്യാൻ വേണ്ടി. വലാ തജഅലുല്ലാഹ ഉർദതൻ ലിഅയ്മാനിക്കും. സത്യം എന്ത് പറഞ്ഞാലും സത്യം അല്ലാഹുവിനെ തന്നെ. ഒരു സാധനം ഇന്ന് രാവിലെ ഒരാൾ നിന്റെ മരം അല്ലാഹു തന്നെ കടയിൽ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ സത്യം കൂടുതൽ സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ മേൽ സത്യം ചെയ്യാനും പാടില്ല. ചില മമ്പുറ തങ്ങളെ തന്നെയാണ് സത്യം, ശരിയല്ല, പാടില്ല. അല്ലെങ്കിൽ എന്നെ തന്നെയാണ് സത്യം. സത്യം അല്ലാഹുവിനെ കൊണ്ട് മാത്രം. അപ്പൊ ആ സത്യം ചെയ്ത് നമ്മൾക്ക് സത്യം ചെയ്യാം. വെറുതെ സത്യം ചെയ്തിട്ടുള്ള തെറ്റുകൾ വേറെയുണ്ട്. അത് ഞാൻ പിന്നെ പറയും. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുകൊണ്ട് സത്യം ചെയ്യാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സത്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇലാഹിനെയാണ് സത്യം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അങ്ങനെയുള്ള സാധനമാണ് സത്യം ചെയ്യാൻ. അത് എന്തിനെയാണ് നമ്മൾ സത്യം ചെയ്തത്? ശരിക്കും മനസ്സിലാക്കണം. വൽആദിയാതു ളബ്ഹൻ ഫൽമുരിയാതു ഖദഹൻ ഫൽമുഗീറാതു സുബ്ഹാ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅ. ഒരു കുതിരനെ സംബന്ധിച്ചാണ് അല്ലാഹു കുതിര അറിയാം. നമ്മൾ കുതിരയുടെ കുതിര ആ കുതിരനിക്കുള്ള നടത്തത്തിന്റെയും അത് നടക്കുന്ന അവസരത്തിൽ അതിന്റെ കാലുകൾ കല്ലിനിക്കടിച്ചിട്ട് കല്ലോടടിച്ച് തീ കത്തിച്ചു പോകുന്നതും അതിന് മുതലാളിയെ മുതുകിൽ ഇരുത്തിട്ട് ശത്രുക്കൾക്കുള്ള നടുവിൽ ഇങ്ങനെ പട്ടിടുന്നതും ആ അവസരത്തിൽ ഇങ്ങനെ ധൂളുപാലിച്ചും ഒരാൾക്ക് പിന്നിടാതെ കാണാത്ത നിലക്കാക്കുന്നതും ഈ കുതിരനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നെന്താ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി. ഇത്തരം നിഅമത്തുകൾ ഇതെല്ലാം ഈ കുതിരനിക്ക് മുതലാളി എന്ത് കൊടുത്തത്? മുതിര കൊടുത്തു. മുതിര മാത്രം കരന്ന് കൊടുത്തു. നമ്മളിപ്പോ നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പ സമൂസ മറ്റുണ്ടാകും ശേഷം പോയി നല്ല നല്ല സാധനം അതെനിക്ക് മുതിര കൊടുത്തു. ആ മുതിര കൊടുത്ത ഒരു കുതിര മുതലാളി രാവിലെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് 3 കാലം കൊണ്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നു. 4 കാലം കൊണ്ട് നിൽക്കുന്ന കുതിര കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഒരു കാലിന് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്നു. കണ്ടിട്ടുണ്ടോ? ഒരു കാലിങ്ങനെ പൊന്തിച്ചു. എന്തിന്? പറയുമ്പോ പിന്നെ കാല് പൊന്തിക്കുന്ന സമയമായിക്കൊണ്ടാന്ന് പേടിച്ചു. വളരെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കാലിനെ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് പഠിക്കും. ആ ഓടുന്ന അവസരത്തിൽ അത് ഖുർആനിൽ പറയുന്നത് അതിന്റെ നെഞ്ഞിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം എങ്ങനെ പുറപ്പെട്ടുകൊണ്ടുണ്ടാവും. അത് കുറെ അങ്ങോട്ടെത്തുമ്പോൾ കാല് കല്ലിനെ കടിച്ച് ഒരു കല്ലോടടിച്ച് തീ കത്തിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് പോയി ഓടുന്ന അവസരത്തിൽ ധൂള് പൊടിയെല്ലാം പാറിച്ച് മുന്നിലുണ്ടായാൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ നിലക്ക് ഈ കുതിരയാക്കി തീർക്കുന്നത്. കേവലം അതിലേക്ക് കൊടുത്ത സാധനം കുതിരയാണ്. നിനക്കോ അവന് പിന്നെ പറഞ്ഞ തറാജീഹിക്ക് വരെയുള്ള എന്ത് നിൽക്കുന്നു. എന്നിട്ടോ ഇന്നൽ ഇൻസാനിന് ആ കുതിര ആ മുതലാളിക്ക് ചെയ്ത ആ നിഅമത്തിനുള്ള ശുക്ർ ഇത്രയും നിഅമത്ത് ചെയ്ത റബ്ബിനിക്ക് നീ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത രാത്രിയിൽ പറയാനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരട്ടെ. എൻ്റെ കണ്ണിലേക്ക് രണ്ടാമത് കുറച്ച് സുഖമില്ലാണ്ടായി ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്. 6 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് എല്ലാത്ത വേദന. എനിക്ക് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് മുടങ്ങി പോകണ്ട.
എന്നുള്ള ആ പേടിയിലാണ് വന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി അല്ല, ഈ രോഗം ഇനി മടങ്ങി വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ധാരക്കണം. വളരെ മശക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിന് ശിഫയാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم